വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാനൊരു ആമസോൺ പാക്കേജ് കാണിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഡയമണ്ട് പെയിൻറ്റിങ് കിറ്റാണ്. ഇന്നലെ വന്നപ്പോൾ ഞാനത് ഓൾറെഡി പൊട്ടിച്ചൊന്ന് നോക്കി. എനിക്ക് അത്രയ്ക്ക് ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പം ഇതൊരു പാർട്ട് 1 ആ വീഡിയോയുടെ. അപ്പം ഞാനിതിനകത്ത് ഉള്ള സാധനങ്ങളൊക്കെ പറയും, അല്ലാതെ കൂടുതലൊന്നും പറയത്തില്ലായിരിക്കും. കാരണം അപ്പോൾ ഇത് ഭയങ്കര എലാബറേറ്റ് ആയിപ്പോൾ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് ലൈവിലിടാം. ഞാൻ 1-2 ഒക്കെ ലൈവിൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും വിചാരിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇത് ഹാസ്തിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്, അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. ഞാനൊരു സ്ക്രീൻഷോട്ട് ഇടാം ഏതാണ് ഞാൻ വാങ്ങിച്ചെന്ന്. ഇത് ഇത്രയേ ഉള്ളൂ വരുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന 3ാമത്തെ കിറ്റാണ്. ഇതിന് മുമ്പ് ഞാനൊരു വലിയ ലാസപ്പർ ചെയ്തു, അത് ഞാൻ ഫ്രെയിം ചെയ്ത് എൻ്റെ ഡൈനിങ് സ്പേസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹോളി ഫാമിലിയുടെ ചെയ്തിട്ടുണ്ട്, അതായത് തിരുക്കുടുംബത്തിൻ്റെ. ഇതിപ്പോൾ ഞാനൊരു ഫ്ലോറൽ ചെയ്യുകയാണ്. കുറച്ച് പൂക്കളാണ്. അതിൻ്റെ ഫുൾ ഡിസൈൻ ഡീറ്റെയിൽസൊക്കെ അവിടെ ആമസോണിൽ കണ്ടാൽ അറിയാം. ശരിക്കും ഹൈഡ്രാഞ്ചിയയുടെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സാണ് ഈ വരുന്നത്. ഇതിൻ്റെ സൈസ് 30 to 40. ഇതാണ് കളർ സിസ്റ്റം. യൂഷ്വലി ഇത് ഈ DMC എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്, ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ്. അപ്പോൾ അവരുടെ ത്രെഡായിട്ട് അവരുടെ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ ഷെയ്ഡായിരിക്കും ഇത്. അങ്ങനെയാണ് ഇത് സാധാരണ ചെയ്യുന്നത്. കാരണം സോഫ്റ്റ്വെയർസൊക്കെ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ DMCയുടെ കളർ പോയി നോക്കി 352 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കളറിലുള്ള ത്രെഡായിരിക്കും തരുന്നത്. ഈ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത് അങ്ങനെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഗുണം എന്നാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കളറിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും കുറഞ്ഞു വരാം. ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയറിൽ ഇങ്ങനെ പശയുണ്ട്, ഇതുണ്ട്, ഇവിടെ ഒട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഞാൻ സൂം ചെയ്യാം. ഇത് കാണാൻ തോന്നും. ഇവിടെ ഇതെല്ലാം ഒരു സിമ്പിൾ കണ്ടോ, ഇവിടെ എല്ലാം പശയുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു നമുക്ക് M എടുക്കാം. M ആണ് എളുപ്പം കാണാൻ. കാണാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ M-ഉം പ്ലസും നമുക്ക് നോക്കാം. കണ്ടോ, ഈ M എന്ന് പറയുന്നത് ഈ കളർ ചാർട്ടിൽ ഇവിടെ വരുമ്പോൾ 3761 എന്നാണ് അതിൻ്റെ കളർ കോഡ്. ഈ 22 എന്നുള്ള നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇത് കളർ കോഡ്. അപ്പോൾ ഇത് മൊത്തം ഇവിടെ ഓരോ സിമ്പിൾ അനുസരിച്ച് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് കളർ കോഡ് ഉള്ള ബീഡ്സ് എടുത്ത് വെക്കണം. ഈ കിറ്റിനകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ ഇതൊരു പെന്നാണ്. ആ പെന്നിൻ്റെ കൂട്ടത്തിൽ ഇത് സ്റ്റിക്ക് ചെയ്യാനുള്ള ഇത് സ്റ്റിക്ക് ചെയ്യാനുള്ള ഇതൊരു ഗമ്മാണ്. അതായത് ഈ പെന്നിൻ്റെ അറ്റത്ത് ഈ ഗം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ഈ ബീഡ് എടുത്ത് കഴിയുമ്പോൾ ആ പശ കാരണം, ചെറിയൊരു പശ കാരണം അത് ഈ ബീഡ് ഇവിടെ ഇത് പിടിക്കും. അത് നമ്മൾ ഇങ്ങനെ ഈ പശയുള്ള സർഫസ് വെക്കുമ്പോൾ അതവിടെ ഉറച്ചിരിക്കും. ഇവിടെ ഈ പശയുടെ കാഠിന്യം കൂടുതലായതുകൊണ്ട് അതവിടെ ഇരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഒരു ബീഡേ ഒരു സമയം വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, A ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ A ഇങ്ങനെ 1 2 3 4 5 6 7 8 9 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം മുഴുവൻ പശ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ പശ ഇതിനകത്ത് ഇങ്ങനെ കയറിയിരിക്കും. എന്നിട്ട് ആ പശ വെച്ചിട്ട് നമ്മൾ ഇതിലോട്ടാണ് നമ്മൾ ബീഡ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബീഡ്സ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുമ്പം ഒരേ സമയം 5 or 6 ബീഡ്സ് ഒരുമിച്ച് ഇതിൽ ഒട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ പണി നേരത്തെ എളുപ്പത്തിൽ തീർക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വേറെ കുറച്ചുകൂടി ടൂൾസ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും ഡിഫറെൻറ്റ് ട്രേസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ആമസോണിൽ വേറെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് നിങ്ങളിതിനെക്കുറിച്ച് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് കൂടുതൽ വാങ്ങിച്ചാൽ നിങ്ങളെ പണി കുറച്ചും കൂടി എളുപ്പമുണ്ടാകും. അതായത് കുറച്ചുകൂടെ ഗംസ് ഉണ്ടാവും. അതുപോലെ ഇങ്ങനത്തെ ട്രേ മൾട്ടിപ്പിൾസ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 1-2 പേര് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു കളർ ചെയ്തു എന്നാൽ ഇച്ചിരി മിച്ചമുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് 2-3 ട്രേ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എക്സ്ട്രാ ടൂൾസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിപ്പോൾ 5 എണ്ണമാണ്, അതായത് 2 എണ്ണമുള്ള 3 എണ്ണമുള്ള ടൂൾ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എപ്പോഴും 5-6 എണ്ണം ഉള്ളത് ഇങ്ങനെ ഒരേ സമയം 5-6 എണ്ണം ഇങ്ങനെയോ വെക്കാനുള്ള സ്ഥലങ്ങൾ കുറവായിരിക്കും. പക്ഷേ 2 എണ്ണമൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ ഓപ്ഷണലാണ്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസമാണ്. പിന്നെ കൂടുതൽ പെൻസൊക്കെ ഉണ്ടെങ്കിൽ, അതായത് അങ്ങനത്തെ ഒരു കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചിലപ്പോൾ ഒരു സമയത്ത് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രാ ടൂൾസ് ഉപയോഗപ്രദമാണ്. നിർബന്ധമില്ല, ഇത് ചെയ്യാൻ ഇത്രയും മതി.
ഇതാണ് ബീഡ്സ്. ഇനി ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ്ട്രാ കുറച്ച് കവേഴ്സ് ഉണ്ട്. അതായത് പൊട്ടിച്ച് കഴിയുമ്പം ഇതിലേക്ക് ഇങ്ങനത്തെ ചെറിയ കവറിലേക്കാക്കി സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ എന്നിട്ട് അതിൻ്റെ പേരിൽ എഴുതിയാൽ മതി. അതൊരു ഓപ്ഷനാണ്. ഇതിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല പല ഓപ്ഷൻസ് വരുന്നുണ്ട് ആമസോൺ ഇന്ത്യയിൽ. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒറ്റ സ്റ്റെപ്പായിട്ട് ഇങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ വരുന്നത്. ഇങ്ങനെ 10 30 എണ്ണം 20 30 കളേഴ്സ്. അപ്പോൾ ഇതിന് 10 എണ്ണത്തിൻ്റെ 3 ഇതായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ 22നെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 22 കണ്ടുപിടിക്കാം. ഇതാണ് 22 കളറ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഏകദേശം നമ്മൾ 22 എന്ന് പറയുന്നത് എം ആയിരുന്നു. അപ്പം എമ്മിൻ്റെ ഇവിടുത്തെ ഒരു കളർ കോഡ് ഏകദേശം ഇതുമായിട്ട് ചേരും. ഓക്കെ, ഇത് മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള, എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് അത് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുക്കാമെന്ന്. ഇനി ഞാൻ എൻ്റെ എക്സ്ട്രാ ടൂൾസ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള വേറെ എക്സ്ട്രാ പിന്നുകളൊക്കെ. ഇതൊക്കെ ഞാൻ വേറെ വാങ്ങിച്ചതാണ്. ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് 3 എണ്ണം ചെയ്യാം. ഇതിൻ്റെ പുറകിലില്ല. അപ്പോൾ ഇതുണ്ട്, ഇതും 2 എണ്ണമാണെന്ന് തോന്നുന്നു, 2 3 എണ്ണം. ഇത് 5 എണ്ണം ചെയ്യാവുന്ന ഒരു ഇതാണ്, പേനാണ്. ഇതുപോലെ തന്നെ എക്സ്ട്രാ ഇതുണ്ട്. ഇത് എൻ്റെ കയ്യിലിരുന്ന പഴയ ഇതാണ്. ഇതുമായിട്ട് വളരെ സിമിലറാണ്. ഇതുമായിട്ട് വളരെ സിമിലറാണെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ മിച്ചമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എപ്പോഴും ആവശ്യം വരുമോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനത്തെ എൻ്റെ കുറേ ട്രേ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരേ സമയം പല ഇതുകൾ ചെയ്യാം. ഓക്കെ, ഇതൊന്നും അത്ര നിർബന്ധമല്ല. ഇത് ഇത് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾക്കിങ്ങനെ പല പല കളേഴ്സ് വെച്ചിട്ട് 2 3 പേർക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു രസമല്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനത്തെ ട്രേ ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൂൾസ് വാങ്ങിക്കുന്നത്. ഇപ്പം ഏതോ ഒരു കിറ്റിൻ്റെ കൂടെ എനിക്ക് കിട്ടിയതാണ് ഇങ്ങനത്തെ ഒരു ബോക്സ്. അപ്പം ഈ കവറിൽ ഇതാക്കി വെക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ബോക്സുകളിലാക്കിയിട്ട് ഇങ്ങനത്തെ ബോക്സുകളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് കാലാകാലങ്ങളോളം ഇങ്ങനെ ഇരിക്കും തോന്നും. പണ്ടപ്പോഴും ഞാൻ വാങ്ങിയതാണെന്ന് തോന്നുന്നു. എനിക്കും അതെനിക്കൊന്ന് ആദ്യത്തെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ വാങ്ങിയതാണ്. ഇങ്ങനെ സൂക്ഷിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കളർ കോഡൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പുതിയത് പൊട്ടിക്കാതെ ഇത് തന്നെയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി പഴയ ഒരു ഗം കിട്ടി. ഇതുണ്ട്. പിന്നെ ഞാനിത് തൊട്ട് മാറ്റി വെച്ചിട്ട് ഇതങ്ങ് വെച്ചിട്ട് ഈ ഗം മാത്രം പുറത്തെടുക്കും. ഈ ഗം മാത്രം എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു കുറച്ച് പോർഷൻസ് ചെയ്ത് കാണിക്കാം എങ്ങനെയാണിത് ചെയ്യുന്നത്. അതിന് ജസ്റ്റ് ഒരു തുടക്കം മാത്രം. അപ്പോൾ അതിന് ഞാൻ ഈ പഴയ ഗം എടുക്കാം. ഇതാണ് ഇപ്പോൾ കാണിച്ചത്. കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്യാൻ മറന്നായിരുന്നു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഇതിനകത്ത് നിന്ന് കുറച്ച് ഈ ട്രേയിലേക്ക് ഇട്ടു. അപ്പോൾ അത് മിസ്സായെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതിട്ട് നമുക്കത് ചെയ്യാം. സാധാരണ ആൾക്കാർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഞാനിപ്പോൾ തൽക്കാലം എപ്പോഴാണ് അത് ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മടക്കി എടുത്ത് വെക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. സോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എം എന്ന് പറയുന്നതാണ് 22 ഈ ബ്ലൂ ആണ്. ഇതെടുത്ത് ഈ ഗം ഇത് സൂക്ഷിക്കണമെങ്കിൽ ഗം ഇത്തിരി ഡ്രൈ ആകും. കുഴപ്പമില്ല, അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആവില്ല. എന്നാലും ഈ ഗമ്മിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പം ഇതുണ്ട്, ഈ ഗമ്മിൻ്റെ ഇവിടെ ഈ ചുമന്ന കളറിൽ ഈ ഗം പ്രസ്സാവും. അതിനുശേഷം നമ്മൾ ഈ ട്രേ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു കേർവ്ഡ് സ്ഥലമുണ്ട്. അടിഭാഗം ഫ്ലാറ്റും കേർവ്ഡ് സർഫസും നേരെ വരണം. ഇങ്ങനെയാണ് ഈ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഹാഫ് സ്പിറിക്കൽ പൊസിഷൻ. അങ്ങനെ ഹാഫ് സ്പിറിക്കൽ ഷേപ്പിലുള്ളതാണ് മുകളിലോട്ട് വരേണ്ടത്. അതായത് ഇങ്ങനെ നമുക്കൊരു അങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഗം എടുത്തിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പം ഇതില്ലാത്ത ആ ഗം കൊണ്ട് ഇതിവിടെ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ആവും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ സർഫസ് ഫ്ലാറ്റാണ്. കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ്.
ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാം. പക്ഷേ തൽക്കാലം ഞാനിപ്പോൾ ഇത് എപ്പോഴാണ് തീർക്കുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങനെ പതുക്കെ ഈ പ്ലാസ്റ്റിക് ഇങ്ങോട്ട് മാറ്റിയിട്ട് പതുക്കെ ഇതിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. മനസ്സിലായി? ഇനി അതങ്ങനെ എളുപ്പത്തിൽ ഇവിടുന്ന് ഇങ്ങനെ തൊട്ടാളൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ ഈ ഗം കുറേ നിൽക്കും. അല്ലാതെ ഓരോ പ്രാവശ്യം നമ്മൾ ഗം എടുക്കണം. ഇതൊരു എനിക്കൊന്ന് 10, 20, 100, ചിലപ്പോൾ 100 ഒരു 50 വരെ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഈ ഒറ്റ ഒരു ഗം എടുത്തതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ തീരുന്നതനുസരിച്ച് നമ്മൾ ഈ പ്ലാസ്റ്റിക് മാറ്റി കൊടുത്താൽ മതി. ബീഡ് 3 കുഞ്ഞാണ്. അതുകൊണ്ട് ഇവരെ നമുക്കിതിൻ്റെ കൂടെ ഒരു ടീസർ തന്നിട്ടുണ്ടായിരുന്നു ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടി. നമ്മൾ ഈ ഉരുക്കുമൊക്കെ എടുക്കുന്ന ട്വിസ്റ്റർ ഉണ്ടെങ്കിൽ ഇവരിന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ വന്നപ്പം 2 ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ഫ്ലാറ്റ് സർഫസ് താഴെയുള്ള, അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത് കറക്റ്റ് വെയിൽ വരും. അതായത് ഫ്ലാറ്റ് സർഫസ് താഴെ വരും. അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ പെറുക്കാവുള്ളൂ. അപ്പം അല്ലെങ്കിൽ തെറ്റിപ്പോവും. കണ്ടോ? അപ്പം നമുക്ക് കുറച്ചൊക്കെ ഈ പശ അങ്ങനെ പെട്ടെന്ന് ഒട്ടില്ല. നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറ്റും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും 6 എണ്ണമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മളിങ്ങനെ ഗം എടുത്തിട്ട് 6 എണ്ണമൊക്കെ ഒരുമിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പണി വേഗം കഴിയും. ഈ മാത്രം ഞാനങ്ങ് എടുത്തത് ഞാനൊന്ന് വെച്ച് തീർക്കാൻ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് വന്നു കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിപ്പോൾ കാണാം ഇത്രയും ഭാഗത്തെ ബീഡ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കളർ കോഡ് അനുസരിച്ച് ആ കറസ്പോണ്ടിങ് കളേഴ്സിലുള്ള ബീഡ് ഇങ്ങനെ ഈ ടൂൾ വെച്ച് ഉപയോഗിക്കുക. ഇതാണ് ഡയമണ്ട് പെയിൻറ്റിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു ഇതായിട്ട് വരും. ഞാൻ ഇനി ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു ഡയമണ്ട് പെയിൻറ്റിങ്. അടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഭംഗിയൊന്നുമില്ലെങ്കിലും ദൂരെ നിന്ന് നോക്കുമ്പം അതിനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഫ്രെയിം ചെയ്ത് വെച്ചാൽ ഭയങ്കര നല്ല രസമാണ്. ഞാൻ ഫ്രെയിം ചെയ്തില്ല. അപ്പോൾ ഫ്രെയിം ചെയ്യാൻ കൊടുക്കണമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല. പക്ഷേ ഇങ്ങനെയാണ് ഇത് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തൃപ്തിയുള്ളതും നമുക്ക് മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ തരുന്നതുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.